ഇന്ന് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് വുമൺസ് മണി ഇൻ ദി ബാങ്ക് വിന്നറായ ടിഫനി സ്റ്റാറ്റന്റെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ടിഫനി വന്നതിന് ശേഷം പറഞ്ഞത് താൻ യങ്ങസ്റ്റ് വുമൺസ് മണി ഇൻ ദി ബാങ്ക് വിന്നറാണെന്നും അതുപോലെ മണി ഇൻ ദി ബാങ്ക് ഈ വരുന്ന സമ്മർ സ്ലാമിൽ സക്സസ്ഫുൾ ആയി ക്യാഷിങ് ചെയ്ത് വുമൺസ് ചാമ്പ്യൻ ആകും. ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ടിഫാനി സംസാരിച്ച് മുന്നോട്ട് പോയത്. പിന്നീട് ഈ സെഗ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വുമൺസ് ചാമ്പ്യൻ ബെയ്ലി വരുന്നതായിട്ടും ബെയ്ലി വന്നതിന് ശേഷം മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്യുന്നതൊക്കെ അത്രയ്ക്കും കഷ്ടപ്പാടാണ്, അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്, നീ അതെല്ലാം കടന്നാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്നാൽ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നീ ഈ മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്യുമ്പോൾ അത് ഫെയിലായി പോകാനാണ് ചാൻസ് ഉള്ളത്. നീ ചാമ്പ്യൻഷിപ്പ് ഒന്നും വിൻ ചെയ്യാൻ പോകുന്നില്ല. ഈ ഒരു ടൈപ്പിലൊക്കെ ബെയ്ലി വന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം നയ ജാക്സ് അവിടെ വന്നുകൊണ്ട് ബെയ്ലിയോട് പറയുന്നത്, നിനക്ക് തോന്നിയതൊന്നും നീ വിളിച്ചു പറയാൻ പാടില്ല. സമ്മർ സ്ലാമിൽ നമ്മൾക്ക് നടക്കാൻ പോകുന്ന മാച്ചിൽ ഞാൻ നിന്നെ തോൽപ്പിച്ചുകൊണ്ട് പുതിയ ചാമ്പ്യൻ ആകും എന്നാണ്. അതിന് റിപ്ലൈ ആയിട്ട് ബെയ്ലി പറഞ്ഞത്, ഞാൻ NXTയിൽ നിന്നും വന്ന ബെയ്ലി അല്ല ഇപ്പോ, അതുപോലെ മുൻപൊക്കെ ഇഞ്ചുറി സംഭവിച്ചു പോയ ബെയ്ലിയും അല്ല. ഞാൻ റോയൽ റംബിൾ വിൻ ചെയ്ത് റസൽ മേനിയയിൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത ബെയ്ലിയാണ്. ഞാൻ തീർച്ചയായിട്ടും നിന്നെ തോൽപ്പിച്ചുകൊണ്ട് സമ്മർ സ്ലാമിൽ എൻ്റെ ചാമ്പ്യൻഷിപ്പുമായി മുന്നോട്ട് പോകും. ഇനി അഥവാ നീ എന്നെ തോൽപ്പിച്ചാലും ടിഫനി സ്റ്റാറ്റൻ നിന്റെ അടുത്ത് മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്ത് പുതിയ ചാമ്പ്യൻ ആകും. ഈ ഒരു ടൈപ്പിലാണ് ഈ ഒരു സെഗ്മെന്റ് കൊണ്ടുപോയത്. അതായത് നൈസായിട്ട് ടിഫനി സ്റ്റാറ്റൻ, നയ ജാക്സ് ഇവർക്കിടയിൽ പ്രശ്നമുണ്ടാക്കാനായിട്ട് ബെയ്ലി ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു സെഗ്മെന്റിൽ. പിന്നീട് നയ ജാക്സ് പറയുന്നുണ്ട്, നീ എൻ്റെ എതിരാളിയാണ്, അതുപോലെ ടിഫനി എൻ്റെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിലെല്ലാം സംസാരിച്ചുകൊണ്ട് പിന്നീട് ഇവര് രണ്ടുപേരും ചേർന്ന് ബെയ്ലിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ മിയായം വന്നുകൊണ്ട് ബെയ്ലിനെ സേവ് ചെയ്യുന്നതായിട്ടും ഇവരെല്ലാം അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കും. പിന്നീട് മിയായം വേഴ്സസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് നടന്നത്. അതിനേക്കാൾ മുൻപായിട്ട് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ചെൽസി ഗ്രീൻ ടീം നിക്ക ആൾഡിൻസിനെ നോക്കി നിൽക്കുന്നത് പോലെ ഒരു സെഗ്മെന്റ് എല്ലാം കാണിച്ചിരുന്നു. ഇനി ഈ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മാച്ചിന്റെ അവസാനത്തിൽ ടിഫനി സ്റ്റാറ്റൻ മനഃപൂർവ്വം റിങ്ങിൽ കയറുന്നതായിട്ടും പിന്നീട് ബെയ്ലി പിടിച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ആ ഒരു അവസരം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നയ ജാക്സ് ഫിനിഷർ എല്ലാം ചെയ്ത് വിൻ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. മാച്ചിന് ശേഷം ബെയ്ലിനെ നയ ജാക്സ് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും പിന്നീട് നയ ജാക്സ് റിങ് വിട്ട് പോകാൻ നോക്കുമ്പോൾ ടിഫനി സ്റ്റാറ്റൻ ആ ഒരു അവസരം ഉപയോഗിച്ച് മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ നയ ജാക്സ് റിങ്ങിൽ വന്ന് അത് തടയുമ്പോൾ താൻ വെറുതെ കളിക്കാൻ വേണ്ടി ചെയ്തതാണ് ഈ ഒരു ടൈപ്പിലെല്ലാം പറഞ്ഞുകൊണ്ട് നയ ജാക്സിനോടൊപ്പം റിങ്ങിൽ നിന്നും പോകും. അപ്പോൾ സമ്മർ സ്ലാമിൽ ക്യാഷ് ഇൻ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഹിന്റാണ് ഇതിലൂടെ കാണിച്ചിട്ടുള്ളത്. എന്തായാലും സമ്മർ സ്ലാമിൽ ആര് ജയിച്ചാലും ടിഫനി പുതിയ ചാമ്പ്യൻ ആയിരിക്കും. പിന്നീട് കാർമെല്ലോ ഹൈസ്, ആൻഡ്രോയിഡ് ഇവർക്കൊരു സെഗ്മെന്റ് ബാക്ക് സ്റ്റേജിൽ വെച്ച് നെക്സ്റ്റ് വീക്ക് ഇവർക്കൊരു മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് സ്മാക്ക് ഡൗണിൽ. അതുപോലെ മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ സോളോ സിക്കാവയുടെ പുതിയ ബ്ലഡ് ലൈൻ എന്താണ് എന്നുള്ളത് ഇനി നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന ടൈപ്പിൽ സോളോ സിക്കാവ ഒരു സെഗ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നിക്ക ആൾഡിൻസിനെ കാണാൻ വേണ്ടി നിന്ന ചെൽസി ഗ്രീൻ ടീമിന്റെ അടുത്തേക്ക് പ്രീറ്റി ഡെഡ്ലി വന്നുകൊണ്ട് അവരും നിക്ക ആൾഡിൻസിനെ ആദ്യം കാണണം എന്ന ടൈപ്പിലെല്ലാം സംസാരിച്ച് നിൽക്കുമ്പോൾ നിക്ക ആൾഡിൻസിന്റെ റൂമിൽ നിന്നും LA നൈറ്റ് ഒരു കോൺട്രാക്റ്റുമായി വരുന്നതായിട്ടും ഇവരോട് പിന്നെ നിക്ക ആൾഡിൻസിനെ കാണാം, തൽക്കാലം അവിടെ നിന്നും പോകാനായിട്ടെല്ലാം LA നൈറ്റ് പറഞ്ഞുകൊണ്ട് ആ ഒരു സെഗ്മെന്റിൽ പോകുന്നുണ്ട്. അതിനുശേഷം ടാഗ് ടീം മാച്ച് ബാരൺ കോർബൻ ആൻഡ് അപ്പോളോ ക്രൂസ് വേഴ്സസ് ലെഗാഡോ ഡെൽ ഫാന്റാസ്മ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ ഹുംബർട്ടോനെ ബാരൺ കോർബൻ റിങ്ങിന് പുറത്ത് വെച്ച് ബാരിക്കേഡിന്റെ അപ്പുറത്തേക്കെല്ലാം അറ്റാക്ക് ചെയ്തുകൊണ്ട് അവർ രണ്ടുപേരും പോകുന്നതായിട്ടും അപ്പോളോ ക്രൂസ് മാച്ച് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടും കാണിച്ചിരുന്നു. അങ്ങനെ അപ്പോളോ ക്രൂസ് വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് അവരുടെ കൂടെയുള്ള ഇലക്ട്ര ലൂപ്പസ് റിങ്ങിൽ കയറി റെഫറിയെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടും ആ ഒരു അവസരം ഉപയോഗിച്ച് സാന്റോസ് എസ്കോബാർ റിങ്ങിൽ കയറി അറ്റാക്ക് ചെയ്തു. ശേഷം ഏഞ്ചൽ അപ്പോളോ ക്രൂസിനെ ഫിനിഷർ എല്ലാം ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ഏഞ്ചൽ ആൻഡ് ഹുംബർട്ടോ ഇവരാണ് വിൻ ചെയ്തത്. പിന്നീട് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ കോഡി റോഡ്സ് ലോക്കർ റൂമിൽ ഇരിക്കുമ്പോൾ റാൻഡി ഓർട്ടൻ അവിടെ വന്നുകൊണ്ട് കോഡി റോഡ്സ് ബ്ലഡ് ലൈനിന്റെ വാറിനെ പറ്റിയെല്ലാം സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. അതുപോലെ കോഡി റോഡ്സിന് സപ്പോർട്ടായിട്ട് റാൻഡി ഓർട്ടൻ എന്നും കാണുമെന്നും ഇനി ബ്ലഡ് ലൈനുമായിട്ടുള്ള പ്രശ്നമെല്ലാം കഴിഞ്ഞതിന് ശേഷം നിന്റെ ചാമ്പ്യൻഷിപ്പിന്റെ പിറകെ ഒരുപാട് പേര് വരും, എന്നാലും ഞാൻ നിന്റെ കൂടെ തന്നെ കാണും. പിന്നെ കെവിൻ ഓവൻസ് ഇന്നിവിടെ വന്നിട്ടില്ല, അത് നീ പറഞ്ഞതുകൊണ്ടാണ് അവൻ ഇന്നിവിടെ വരാത്തത്. എന്തായാലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ആ സെഗ്മെന്റ് പോയത്. പിന്നീട് LA നൈറ്റിന്റെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ LA നൈറ്റ് ഒരു കോൺട്രാക്റ്റുമായി വന്നുകൊണ്ട് അത് US ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റ് ആണെന്നും സമ്മർ സ്ലാമിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച്
ലോഗൻ പോളിനോടൊപ്പം താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റിയെല്ലാം LA നൈറ്റ് ആ സെഗ്മെന്റിൽ സംസാരിക്കുന്നുണ്ട്. അതായത് ഈ സെഗ്മെന്റിൽ മെയിനായിട്ടും ഉദ്ദേശിച്ചത് തന്റെ മണി ഇൻ ദി ബാങ്ക് അവസരം പോയാലും മണി ഇൻ ദി ബാങ്കിന് മുൻപ് നടന്ന സ്മാക്ക് ഡൗണിൽ US ചാമ്പ്യനെ താൻ പിൻ ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞാണ് നിക്ക് ആൾഡിൻസിനോട് ഈ ഒരു കോൺട്രാക്ട് ഓഫർ എല്ലാം വാങ്ങിയത്. നിക്ക് ആൾഡിൻസ് സൈൻ ചെയ്തിട്ടുണ്ട്, ഞാനും സൈൻ ചെയ്തു, ഇനി ലോഗൻ പോൾ മാത്രമേ സൈൻ ചെയ്യാനുള്ളൂ എന്നൊക്കെയാണ് LA നൈറ്റ് ഈ സെഗ്മെന്റിൽ പറഞ്ഞത്. അപ്പോൾ ഇവരുടെ US ചാമ്പ്യൻഷിപ്പ് മാച്ച് ഇതോടുകൂടി സെറ്റ് ആയിട്ടുണ്ട്. പിന്നീട് നയോമി വേഴ്സസ് ബ്ലെയർ ഡാവൻപോർട്ട് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ച് വലിയ കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ നയോമിയാണ് ഈ മാച്ച് വിൻ ചെയ്തത്. പിന്നെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ നയോമി ബിയാങ്ക ബെല്ലാർ ജേഡ് കാർഗിലുമായിട്ടെല്ലാം സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടെ ബ്ലെയർ ഡാവൻപോർട്ട് വന്നുകൊണ്ട് നയോമിയോട് ഫ്രണ്ട്സ് ആകാം അല്ലെങ്കിൽ ഷെയ്ക്കൻ്റെ എല്ലാം ചോദിച്ചുകൊണ്ട് ഇവർ ഒന്നാകുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലായി അടുത്ത സെക്കൻഡിൽ അറ്റാക്ക് ചെയ്യുമെന്ന്. അത് തന്നെയാണ് ആ സെഗ്മെന്റിൽ സംഭവിച്ചത്. അടുത്ത സെക്കൻഡിൽ തന്നെ നയോമിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇവരുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്തു. പിന്നീട് കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ നടന്ന ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചിന്റെ റീമാച്ച് നടന്നിരുന്നു. ഈ മാച്ച് നടന്നത് ടാഗ് ടീം ചാമ്പ്യൻസായ ടൊമാസോ സിയംബ ആൻഡ് ജോണി ഗർഗാനോ ആസ്റ്റിൻ തിയറി ആൻഡ് ഗ്രേസൺ വാലർ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഇത് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. എന്നാൽ കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ വേറെ ലെവൽ മാച്ചായിരുന്നു. അത്രയ്ക്ക് ഈ മാച്ച് വന്നിട്ടില്ലെങ്കിലും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചിന്റെ അവസാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ഗ്രേസൺ വാലർ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് അറിയാതെ ആസ്റ്റിൻ തിയറിക്ക് കിട്ടുന്നതായിട്ടും പിന്നീട് ഈ അവസരം ഉപയോഗിച്ച് DIY ടീം ഗ്രേസൺ വാലറിന് ഒരു ഷട്ടർ മെഷീൻ ഫിനിഷറും അതുപോലെ തന്നെ അവരുടെ ഡബിൾ ഫിനിഷറും കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ DIY ടീം തന്നെയാണ് സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആയത്. ടാഗ് ടീം ചാമ്പ്യൻസ് ആയതിനു ശേഷം ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടും ആസ്റ്റിൻ തിയറി ഗ്രേസൺ വാലർ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ ജേക്കബ് ഫാർട്ട് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ആസ്റ്റിൻ തിയറിയെ ഇട്ടുകൊടുത്തുകൊണ്ട് ഗ്രേസൺ വാലർ അവിടെ നിന്നും പോകുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. പിന്നീട് ആസ്റ്റിൻ തിയറി, ജോണി ഗർഗനോ, ടൊമാസോ സിയംബ ഇവരെ എല്ലാവരെയും ജേക്കബ് ഫാർട്ട് ഭയങ്കരമായി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയണം, ജേക്കബ് ഫാർട്ടിന്റെ പെർഫോമൻസ് നല്ല അടിപൊളിയായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് റോപ്പെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് ചില മൂവെല്ലാം ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. പിന്നീട് ഇവരെല്ലാവരെയും ഇങ്ങനെ അറ്റാക്ക് ചെയ്തതിന് ശേഷം ട്രൈബൽ ചീഫിനെ റിങ്ങിലേക്ക് വിളിക്കുന്നു. സോളോ സിക്കാവ റിങ്ങിലേക്ക് വന്ന് പിന്നീട് സോളോ സിക്കാവ പറയുന്നത് ജിമ്മി ഉസോ എന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. അതുപോലെ പോൾ ഹേമനും എൻ്റെ ടീമിൽ നിന്നും പോയി. അതുപോലെ തന്നെ റോമൻ റെയിൻസ് ഇനി റിട്ടേൺ ചെയ്താലും നടക്കാൻ പോകുന്നത് അവൻ എന്നെ ട്രൈബൽ ചീഫായിട്ട് അംഗീകരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ അല്ലെങ്കിൽ ന്യൂ കോഡി റോഡ്സിനോടെല്ലാം റിങ്ങിലേക്ക് വരാനായിട്ടും ട്രൈബൽ ചീഫായിട്ട് സോളോ സിക്കാവനെ അംഗീകരിക്കാനായിട്ടെല്ലാം സോളോ സിക്കാവ ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട്. പിന്നീട് കോഡി റോഡ്സ് വന്നുകൊണ്ട് സോളോ സിക്കാവയോടൊപ്പം സമ്മർ സ്ലാമിൽ നടക്കാൻ പോകുന്ന മാച്ചിനെ പറ്റിയും ആ മാച്ചിൽ തൻ്റെ ചാമ്പ്യൻഷിപ്പ് താൻ പണയം വയ്ക്കാൻ വേണ്ടി തയ്യാറാണെന്നും എന്നാൽ അതുവരേക്കും തനിക്ക് കാത്തിരിക്കാൻ സാധിക്കില്ല, ഇപ്പോൾ തന്നെ നമ്മൾക്ക് അതെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ടൈപ്പിലെല്ലാം പറയുമ്പോൾ കോഡി റോഡ്സിന്റെ ബ്ലഡ് ലൈൻ ടീം മുഴുവനായിട്ടും വളയും. എന്നാലും കോഡി റോഡ്സ് അവരെ അറ്റാക്ക് ചെയ്ത് സോളോ സിക്കാവയ്ക്ക് ക്രോസ് റോഡ്സ് കൊടുക്കാൻ പോകുമ്പോൾ ജേക്കബ് ഫാർട്ട് സൂപ്പർ കിക്ക് എല്ലാം ചെയ്തുകൊണ്ട് കോഡി റോഡ്സിനെ ഇവർ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യും. ശേഷം കോഡി റോഡ്സിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് റാൻഡി ഓർട്ടൻ ബാക്ക് സ്റ്റേജിൽ വാക്ക് പറഞ്ഞതുപോലെ റാൻഡി ഓർട്ടൻ വന്നുകൊണ്ട് ടോങ്ക ലോവ ഇവരെയെല്ലാം അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ജേക്കബ് ഫാർട്ടിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും പിന്നീട് സോളോ സിക്കാവയെ സെക്കൻഡ് റോപ്പ് ഉപയോഗിച്ച് DDT എല്ലാം ചെയ്ത് റാൻഡി മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ജേക്കബ് ഫാർട്ട് റിങ്ങിൽ കയറി റാൻഡിനെ അറ്റാക്ക് ചെയ്തു. പിന്നീട് ഇവർ റിങ്ങിന് പുറത്ത് കൊണ്ടുപോയി അറ്റാക്ക് ചെയ്ത് കമന്ററി ടേബിളിന്റെ മുകളിലേക്ക് ഷീൽഡിന്റെ ത്രിബിൾ പവർ ബോംബ് ഫിനിഷർ ചെയ്ത് കമന്ററി ടേബിൾ പൊട്ടിച്ചുകൊണ്ട് റാൻഡി ഓർട്ടൻ അറ്റാക്ക് ചെയ്തു. കോഡി റോഡ്സിന് സേവ് ചെയ്യാൻ സാധിച്ചില്ല, കാരണം കോഡി റോഡ്സിനെ റോപ്പിൽ വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സമോൺ സ്പൈക്ക് കോഡി റോഡ്സിന് കൊടുത്ത് ന്യൂ ബ്ലഡ് ലൈൻ ആണ് ഈ ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡ് എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചത്. കോഡി റോഡ്സ്, സോളോ സിക്കാവ ഇവരുടെ സ്റ്റോറി ഇപ്പോൾ സെറ്റായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതല്ലാതെ സ്മാക്ക് ഡൗണിൽ വേറെ സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. മെയിനായിട്ടും ഇവരുടെ സ്റ്റോറി വെച്ചാണ് ഇപ്പോൾ സ്മാക്ക് ഡൗൺ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ എല്ലാം ബിൽഡപ്പ് നമുക്കറിയാം റോമൻ്റെ റിട്ടേണിൽ ചെന്നാണ് അവസാനിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മൊത്തത്തിൽ വലിയ കുഴപ്പമില്ലാത്ത ഷോ അത്രേ പറയുന്നുള്ളൂ.